ദിവ്യ ജോസഫ് കൂടി നമ്മോടൊപ്പം. ദിവ്യ ഏത് ബൂത്തിലാണ്? ഞാനുള്ളത് 89-ാം ബൂത്തിലാണ്. ഇവിടെയായിരുന്നു നേരത്തെ സരിൻ എത്തിയത്. സരിനും ഭാര്യയും ഇവിടേക്കായിരുന്നു വോട്ട് ചെയ്യാൻ എത്തിയത്. എന്നാൽ വി പാറ്റിന്റെ തകരാറിനെ തുടർന്ന് അവിടെ വോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഉദ്യോഗസ്ഥരെത്തി വി പാറ്റ് ആദ്യം തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പുതിയ വി പാറ്റ് എത്തിച്ചുകൊണ്ട് തകരാർ പരിഹരിച്ചു. ഇപ്പോൾ വോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ നീണ്ട ക്യൂ തന്നെയാണ്. കാരണം നേരത്തെ എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വി പാറ്റിന്റെ തകരാറ് കാരണം അപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കാനും എന്ത് തന്നെയായാലും ഇപ്പോൾ വി പാറ്റിന്റെ തകരാർ പരിഹരിച്ചുകൊണ്ട് വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തി. പ്രതീക്ഷയോടെ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ അങ്ങനെ മെഷീന്റെ ഒരു തകരാറ് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. മെഷീൻ തകരാറ് ഉണ്ടായ സമയത്ത് വന്നാണോ? 7 മണിക്ക് വന്നു. 7 മണിക്ക് വന്നു അല്ലേ? 7 മണിക്ക് രാവിലെ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ചയാകുന്നത്? വികസനം എല്ലാം ചർച്ചയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പാലക്കാട് നമ്മൾ ചേലക്കരയോ അല്ലെങ്കിൽ വയനാടോ പോലെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വാശിയേറിയ ഒരു മത്സരം നടന്ന മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവചനങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പ്രവചനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ. എങ്കിൽ പോലും രാവിലെ തന്നെ ഇത്തരത്തിൽ വലിയ നീണ്ട നിര, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ സജീവമായി തന്നെ 89-ാം നമ്പർ ബൂത്തും 88, 89-ാം നമ്പർ ബൂത്തുകൾ സജീവമായി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. നേരത്തെ വി പാറ്റിന് ചെറിയൊരു തകരാറുണ്ടായെങ്കിൽ പോലും അത് പരിഹരിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇത് പാലക്കാടിൻ്റെ പരിച്ഛേദമാണോ? പാലക്കാട് വിധി എഴുതുമ്പോൾ എന്ത് വിധിയാണ് അവർ മുന്നണികൾക്ക് കാത്തുവെച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്വേഗവും ആകാംക്ഷയും നിറയുകയാണ്. കാരണം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട, ഇത്രത്തോളം വിവാദ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെട്ട, പല സംഭവങ്ങളും ചർച്ചയാക്കപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന്. ദിവ്യ ജോസഫാണ് പാലക്കാട് 84-ാം നമ്പർ ബൂത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട്ടെ ആദ്യ മണിക്കൂർ ആവേശകരമായി പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഏതാണ്ട് എല്ലാ ബൂത്തുകളുടെയും മുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം നടന്ന ഭൂതപൂർവമായ പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിലാണ് പാലക്കാടൻ ജനത ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. 184 ബൂത്തുകളിലായി വോട്ട് ചെയ്യാനെത്തുന്ന ജനക്കൂട്ടം ഉള്ളിൽ കരുതി വച്ചിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം എന്താണെന്നറിയണമെങ്കിൽ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എല്ലാവരും വിജയപ്രതീക്ഷയോടുകൂടി അങ്ങേയറ്റം ആവേശത്തോടെ മത്സരക്കളത്തിലിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. പാലക്കാടിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പുകളിലൊന്ന്, ഏറ്റവും ആവേശഭരിതമായ തെരഞ്ഞെടുപ്പുകളിലൊന്ന്, ഏറ്റവും മത്സരബുദ്ധി നിറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്ന് എന്ന് പറയാൻ കഴിയും. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ UDFിന്റെ പോരാട്ടം, വലിയ ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പാലക്കാടിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം BJP പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയത്തിൻ്റെയും വീഴ്ചകളുടെയും ചരിത്രമുണ്ടായിരുന്ന CPIMന് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ LDFന് അവരും പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ആംഗിളുകൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് ഇന്നെന്ന പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും ഉദ്വേഗത്തോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും പാലക്കാട്ടേതായിരിക്കും. 23-ന് പാലക്കാടും വയനാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് സംസ്ഥാനത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇതിൽ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കുന്നുണ്ടോ, അതോ ഭരണത്തോടുള്ള അനുഭാവം പ്രകടമാകുന്നുണ്ടോ, അതോ ലോക്കൽ ഇഷ്യൂസ് മാത്രമാണോ പ്രകടമായത്, വ്യക്തികളുടെ പ്രഭാവമാണോ പ്രകടമായത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉയർന്നു വന്ന വിവാദങ്ങളാണോ അവിടെ ഘടകങ്ങളായത്? അങ്ങനെ പലതരം ചോദ്യങ്ങൾ കൊണ്ട് തന്നെ എല്ലാം ഉത്തരത്തിലേക്ക് നാം ഉറ്റുനോക്കുന്നത് 23-നാണ്. എന്തായാലും ഇന്നത്തെ ആദ്യ മണിക്കൂർ പാലക്കാട് വലിയ ആവേശഭരിതമാണ് എന്ന് നിശ്ചയമായും പറയാൻ കഴിയും.